ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. അവരുടെ ഒരു ഇമോഷൻസ് ഒക്കെ ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ടേക്ക് നിങ്ങളൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Eight of Cups, Fool energy, Ten of Wands, King of Cups, Knight of Pentacles, Empress, Emperor, Five of Cups, Nine of Swords, Tower energy, Strength, Two of Wands, Four of Cups, Page of Wands, Four of Wands, Three of Cups, Chariot, Ace of Cups. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ് ഇന്നത്തെ സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ നൈറ്റ് തോട്ട്സ് ആണ്. രാത്രി കാലങ്ങളിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി ആദ്യമേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ വലിയ രീതിക്ക് ഒരു തകർച്ച നേരിട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പഴയ രീതിയിലേക്ക് ബന്ധത്തെ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും എഫേർട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മാറി നിന്നവരും ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ അവർക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ വെച്ചിട്ടല്ല, നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ആ ഒരു നൈറ്റ് തോട്ട്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തായാലും എങ്ങനത്തെ സാഹചര്യം ആണെങ്കിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സെപ്പറേഷൻ സ്റ്റേജ് എന്തായാലും വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് വേദനിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനും സാധിക്കുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് എനർജിയാണ്. ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം ആത്മാർത്ഥമായ ഒരു സ്നേഹം, പ്രണയം, അതുപോലെ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആണിത്. ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം കാര്യങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുതരം അഡിക്ഷൻ ആണ്. എന്നാൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴേക്കും ഇവർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടും ഉണ്ടായിരിക്കാം. അത് അവർക്ക് അവരുടേതായ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങളും ഉണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവർ ഇമോഷൻസ് നിങ്ങളിലേക്ക് അധികം എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. അത്രത്തോളം നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ ആയിരുന്ന വ്യക്തി ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു പഴയ രീതിയിലുള്ള അടുപ്പവും കാര്യങ്ങളും ഒന്നും കാണിക്കാതെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ നൈറ്റ് തോട്ട്സിൽ എന്താണെന്നുണ്ടെങ്കിലും അവർ എത്രത്തോളം ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് അവരുടെ ലൈഫിൽ നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണം, അല്ലെങ്കിൽ അവരോട് ചേർത്ത് നിങ്ങളെ നിർത്തണം. വളരെയധികം ഒരു റൊമാൻറ്റിക് പേഴ്സൺ എനർജിയാണ് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അവരിപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടായിരിക്കാം, യാത്രകൾ ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഇവരുമായിട്ട് ഒരുമിച്ച് പോയിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുമ്പോഴൊക്കെയും
പോയി അവർ തിരിച്ചു വരുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു സമയമാണല്ലോ ആ ഒരു പ്രത്യേകിച്ചൊരു രാത്രി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്തൊക്കെയും അവർ ആ ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെയാ പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തില് എല്ലാ രീതിയിലും ഒരു ഫ്ലവറിങ് വേണമെന്നൊരു ആഗ്രഹമൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ ഇവിടെ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവര് രാത്രിയിലാണെന്നുണ്ടെങ്കിലും ലേറ്റ് നൈറ്റ് സോഴ്സ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു നൈറ്റിൽ തന്നെ രാത്രി കാലങ്ങളിൽ നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ആ ഒരു വളരെ പ്രതീക്ഷ അല്ലെങ്കിൽ എവിടെയോ ഒരു പ്രതീക്ഷ എല്ലാം വീണ്ടെടുക്കാൻ സാധിക്കും, എല്ലാം ശരിയാകും എന്നുള്ളൊരു mentality ആണ്. അപ്പൊ സ്വന്തം ഒരു comfort zone നോക്കിയൊക്കെ മാറിപ്പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരവിടെ comfort zone നോക്കി പോയവരാണെങ്കിൽ പോലും അവർക്ക് അവിടെ ഒരു happiness ഇല്ല. അവരുടെ ചിന്തകളിലെല്ലാം നിങ്ങൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം. ഇവിടെ നമുക്ക് ഓരോ spread ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു imaginary world ലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് dream ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. മാത്രല്ല നിങ്ങളുടെ person ഇവിടെ വളരെയധികം ഒരു കുറ്റബോധം നിങ്ങളെ ഓർക്കുമ്പോൾ തോന്നുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അവർ effort എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ relationship ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർത്ത് നിങ്ങൾ അത്രത്തോളം miss ചെയ്യുന്ന ഒരു person ആണ്. പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു ഇവര് കുറച്ചധികം ഒരു romantic ആയിട്ടുള്ള person കൂടിയാണ്. അപ്പൊ അത്രയും emotions ഒക്കെ express ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു romantic person ഇപ്പൊ നിലവിൽ emotions hold ചെയ്യുന്ന ഒരു stage ആണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ life ല് ഇവർക്ക് unexpected ആയിട്ട് എന്തോ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച അല്ലെങ്കിൽ വലിയൊരു ഒരു situation അവർക്ക് face ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു energy ആണ് നമുക്കിവിടെ connect ആകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ എന്തുകൊണ്ടിട്ടാണെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം അവരുടെ ലൈഫിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവർ ഇപ്പൊ ഓർക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടിയേ തീരൂ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഒറ്റപ്പെടല് പ്രത്യേകിച്ച് അവരവരുടെ ഇമോഷൻസ് അവരിങ്ങനെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് പകൽ സമയങ്ങളിലൊക്കെ നടക്കുകയാണെങ്കിൽ പോലും രാത്രിയിൽ അവർക്ക് അവരെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് വരുന്ന സമയമാണ്. ഒറ്റപ്പെടലാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ചെയ്തിരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും അതോടൊപ്പം നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം, സ്നേഹം, അട്രാക്ഷൻ ഇതൊക്കെ തോന്നുന്നുണ്ട്. ഇനിയും ഈ ഒരു സാഹചര്യത്തെ മുന്നോട്ടേക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോകരുത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നേഹത്തിൽ ഒരു വിജയം കൊണ്ടുവരണം. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. എംപ്രസ് ആണെങ്കിലും എംപറർ ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു ജോയിന്റ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒരു സ്ത്രീയും പുരുഷനും എന്നതുപോലെ അല്ലെങ്കിൽ ശിവശക്തി സംയോഗമാണത്. ഒന്നുചേരലിന്റെ എനർജിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഒരു മീനിങ് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ വേണമെന്നൊരു ആഗ്രഹം ഈ ഒരു രാത്രി സമയങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇവർ വളരെയധികം ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലേക്ക് മറ്റൊരു കുഞ്ഞൊക്കെ കടന്നു വരണം. അതിലൂടെ ഒരു ബോണ്ടിങ് നിങ്ങളുമായിട്ട് വീണ്ടും കൊണ്ടുവരണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഘടന കൊണ്ടുവരണം. അതേക്കുറിച്ചൊക്കെ ഓർക്കുകയും വീണ്ടും പഴയ രീതിയിലേക്ക് ഈ ഒരു ബന്ധത്തെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് ഉറക്കം പോലും ഇല്ലാത്ത സമയങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. കാരണം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കൺവിൻസ് ചെയ്യുക. അതായത് അവർ എന്തിനാണ് പോയത്, എന്തായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെ വേണം വരാനായിട്ട്. അപ്പൊ അതൊക്കെ ഇവിടെ ഓർക്കുന്നുണ്ട്. മാത്രല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല രീതിക്ക് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും ഇവർ കാരണം പോലും നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നു എന്നുള്ളതൊക്കെ ഇവർ മനസ്സിലാക്കിയതിന് ശേഷം ഇവർ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ റിവൈൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഓർത്ത് ഓർത്ത് വീണ്ടും വീണ്ടും ഇവർ സ്വയം വേദനിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്രത്തോളം പെയിൻഫുൾ ആയ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അർഹമായ രീതിയിലുള്ള സ്നേഹമൊക്കെ നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ നൽകുക. നിങ്ങളുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ രീതിയിലും ഒരു ഏറ്റുപറച്ചിലുകളോട് കൂടി തന്നെ വന്ന് സറണ്ടർ ആവുക. അതിനുശേഷം നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു ബോണ്ടിങ്, ആ ഒരു ബലമൊക്കെ വീണ്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവരിപ്പോ തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ ഹൃദയത്തിലെ സ്നേഹം പൂർണ്ണമായിട്ടും നിലച്ചു പോയിട്ടില്ല നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അഡിക്ഷൻ, അട്രാക്ഷൻ അതൊന്നും അവർക്ക് ഒരിക്കലും അവസാനിച്ചു പോകുന്നതല്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അവർ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നൈറ്റ് സമയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തു വന്നാലും വരട്ടെ, വരുന്നത് വരട്ടെ, എല്ലാം ഞാൻ തുറന്നു പറയാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അതോടൊപ്പം അവരുടെ ഹൃദയത്തിലെ സ്നേഹം എല്ലാ രീതിക്കും അതിനുള്ള ഒരു അവകാശി അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അത് മറ്റാരിലേക്കും കൊടുക്കാൻ അവർ തയ്യാറല്ല.
അത് അവർ ഇപ്പോഴും സൂക്ഷിച്ച് തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് അവരിപ്പോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പൊ എത്രത്തോളം മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് ഭയങ്കരമായ ഒരു സ്നേഹം, അതുപോലെ ഒരു അട്രാക്ഷൻ, അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, നമ്മളൊരു സിറ്റുവേഷൻ വെച്ചിട്ടല്ല നോക്കിയിരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഇവിടെ വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കണക്ട് ആകുന്നത് ഇവര് നിങ്ങളെ മനഃപൂർവ്വം ചതിച്ചിട്ട് പോയൊരു പേഴ്സൺ ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി വെച്ചിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റേണ്ടി ഒരു സാഹചര്യം, അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ നിങ്ങൾക്ക് ഒരു വേദന തന്ന് നിങ്ങളെ മാറ്റി നിർത്തി. ചിലപ്പോൾ നിങ്ങൾ അത് ചീറ്റിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്തായാലും സ്പ്രെഡിൽ വന്നിരിക്കുന്നവര് മനഃപൂർവ്വം ചീറ്റ് ചെയ്തിരിക്കുന്നവരല്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്കായിരിക്കും ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്തൊന്ന് അറിയിക്കുക. അപ്പൊ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകണം എന്ന ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ വേണം. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിവാഹത്തിലേക്കൊക്കെ നിങ്ങൾ പോകാൻ നിന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം ഇവരുടെ സ്വപ്നം കാണുന്നുണ്ട്. അതിനു വേണ്ടി ഇവർ തയ്യാറെടുപ്പിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. കാരണം ഈ ഒരു സ്നേഹബന്ധത്തിൽ ഒരു വിജയം വേണമെന്നുള്ള രീതിക്കാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ഒരു നൈറ്റ് തോട്ട്സ് കിട്ടുന്നത്. അപ്പൊ അത്രത്തോളം ഒരു ഇഷ്ടമുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇവര്. അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തമ്മിൽ എത്രത്തോളം അകന്നു നിൽക്കുന്ന അവസ്ഥയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ എനർജി ഇവർ ഇത്രയും നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ഇത്രയും ഓർക്കുക എന്ന് പറയുമ്പോൾ അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. നിരന്തരമായിട്ട് അവർ നിങ്ങളെ അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അത്രയും ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇത്രയും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുക, നിങ്ങൾക്ക് തന്നെ നിനച്ചിരിക്കാതെ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ കടന്നു വരിക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അത്രയും അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ടെലിപ്പതി കണക്ഷൻ ആണ്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഫീൽ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം എന്നുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ തന്നെ സാധിക്കും, ഇതൊരു രാത്രി സമയമാണ്. അപ്പൊ ഈ ഒരു രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് ഇവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. സത്യസന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങളോടൊന്ന് ഏറ്റു പറയണം. അതിനുശേഷം നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാനും ഇവരുടെ സ്നേഹം നിങ്ങൾക്ക് നൽകാനും അതിലൂടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സെലിബ്രേഷൻ എല്ലാം കൊണ്ടുവന്ന് ആ ഒരു ഘടനയിലേക്ക് കൊണ്ടുവരിക. ഇവർ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ പോലും ഇവിടെ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കും, പക്ഷെ ഇവരിവിടെ ചിന്തിക്കുന്നത് ഈ ഒരു രാത്രി സമയങ്ങളിൽ ഇവർ ചിന്തിക്കുന്ന ഇവരുടെ എനർജിയിൽ നിങ്ങളോടുള്ള പ്രണയം ഇവർക്ക് കൂടി വരുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണുന്നത്. അത്രത്തോളം ഒരു അഡിക്ഷൻ വരുന്നുണ്ട്. ഒരു ഡീപ്പായിട്ട് തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച വ്യക്തികളായിരിക്കാം. അതിപ്പോ ലിവിങ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു നിമിഷങ്ങളൊക്കെ ഇവർ ഓർക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഒരുമിച്ച് കേട്ട പാട്ടുകൾ, ഒരുമിച്ച് യാത്ര ചെയ്ത സ്ഥലങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ മൂവിക്ക് പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒരു ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ പോലും ഇവർ എടുത്ത് വെച്ച് നോക്കുന്ന ഒരു സമയമാണത്. അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങളെ കാണുമ്പോഴൊക്കെയും ഇവരുടെ മനസ്സ് നിങ്ങൾക്കായിട്ട് തുടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് എനർജി ഈ ഒരു സ്പ്രെഡിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു നൈറ്റ് തോട്ട്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതോടൊപ്പം നമുക്ക് അവരുടെ ഒരു ഇമോഷൻസ് കൂടെ നോക്കാം. സ്ട്രോങ് സോൾമേറ്റ്, സെപ്പറേഷൻ ലവ്, comfort zone, the world new cycle, temptation, nostalgia, guarded, attract, union,
പ്രൊട്ടക്റ്റീവ് ആണ് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾഫിൽമെന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇമോഷൻസ് നമുക്കിവിടെ കണക്ട് ആവുന്നത് നൊസ്റ്റാൾജിയ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പഴയ മെമ്മറീസ്, നിങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഓരോരോ നിമിഷങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. അതുപോലെ നമുക്കിവിടെ എടുത്തു കാണിച്ചിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് സോൾമേറ്റ് എനർജിയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു സോൾ കണക്ഷൻ സ്ട്രോങ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അവരത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. കാരണം ഇവർ എത്രയൊക്കെ സാഹചര്യത്തിൽ ഇവരുടെ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഒരു അട്രാക്ഷൻ, ഞാൻ ആദ്യം പറഞ്ഞു അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു ഫീലിങ്സ് തോന്നുകയാണ്, ഒരു റൊമാൻറ്റിക് ഫീലിങ്സ്. ഫിസിക്കലി അവർ നിങ്ങളെ നന്നായിട്ട് അവരുടെ ഒരു എനർജിയിലേക്ക് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ലവ് ആണ്. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ അകൽച്ച കൂട്ടുകയല്ല ചെയ്തിരിക്കുന്നത്, അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അത് വീണ്ടും നിങ്ങളിലേക്കുള്ള ഒരു കണക്ഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിവോഴ്സ്, ബ്രോക്കൺ സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ പോലും, ഡിവോഴ്സ് ആയിട്ടില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അകന്ന് നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളെ വേണം എന്നൊരു ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഭാഗത്തു നിന്ന് പറ്റിയ ഒരു തെറ്റുകൾ കൊണ്ടിട്ട്, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുകയാണ്, സാഹചര്യം മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്കിടയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഒരു ടെലിപ്പതി കണക്ഷൻ അവർ നിങ്ങളുടെ എനർജിയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്, ഇവിടെ ഡിവൈൻ കണക്ഷൻ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിവൈൻ കണക്ഷൻ ഉള്ള ബന്ധം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഗാർഡഡ് ആയിട്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് കടന്നു വരണം. അതുപോലെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് എന്നും കൂടെ ഉണ്ടാവണം, ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പാറ്റേൺ പോലെ കടന്നു വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് പൂർണ്ണമായിട്ട് മാറ്റുന്ന രീതിയിൽ തന്നെ വേണം റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു ന്യൂ സൈക്കിൾ കൊണ്ടുവരാൻ. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അകൽച്ച കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളായിരിക്കാം. അവർ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലാണ്. നമ്മുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു അകൽച്ച ഒരു പക്ഷേ നമ്മളെ വീണ്ടും അടുപ്പിക്കാനും പണ്ടത്തേനേക്കാൾ കൂടുതൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവരാനും തന്നെ ആയിരിക്കും എന്നുള്ളത് അവരുടെ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾഫിൽമെന്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത്, പൂർണ്ണമായിട്ടും ഒരു സക്സസ്. അതാണ് ഇവർ ഈ ഒരു ബന്ധത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്. നല്ലൊരു സ്ട്രക്ചർ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം, നല്ലൊരു ഫൗണ്ടേഷൻ ഇതിൽ ബിൽഡ് ചെയ്യണം, നല്ല രീതിക്ക് റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യണം. അവരുടെ ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. മാത്രമല്ല അവരുടെ ആ ഒരു ഹാർട്ട് ചക്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആണ്. നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റീയൂണിയന്റെ ആ ഒരു ടൈം നിങ്ങളിലേക്ക് അടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ്, ഹൃദയം എല്ലാം ഓപ്പൺ ആയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ക്ലാരിറ്റിയോട് കൂടി അവർ സ്വയം മനസ്സിലാക്കുകയും അത് നിങ്ങളിലേക്ക് വളരെയധികം ക്ലാരിറ്റിയോട് കൂടി കൊണ്ടുവന്ന് എത്തിക്കുക. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു അവരുടെ തോട്ട്സ് നോക്കിയപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോട് കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യത്തിൽ ഇവർ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് കടന്നു വരിക. ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിട്ട് അവർ കാണുന്നുണ്ട്. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ അവരെല്ലാ രീതിയിലും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു പാർട്ട്ണർ സങ്കല്പം അതെന്താണ്, ഇപ്പൊ സൗന്ദര്യത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, മെന്റലി മാനസികപരമായ അടുപ്പത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് ഓക്കെ ആണ്, അത്രയും അവർ കംഫർട്ടബിൾ ആണ്. അപ്പൊ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ അവർ ഒരിക്കലും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ തയ്യാറല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോ ആഗ്രഹിക്കുകയും മുന്നോട്ട് ഇറങ്ങാനായിട്ട് പ്രവർത്തിക്കാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വളരെയധികം ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ തോന്നുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്കും ഈ ഒരു വ്യക്തിക്കും ഇടയിൽ നല്ലൊരു റൊമാൻറ്റിക് കണക്ഷൻ ഉണ്ടായിരുന്നവരായിരിക്കാം. രണ്ടുപേരും ഒരേപോലെ തന്നെയുള്ള ക്യാരക്ടർ, എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ. അപ്പൊ അത്രയും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ട്. അതൊക്കെ അവരോട് ഓർത്തോർത്തെടുക്കുന്നുണ്ട്. ഈ സമയങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു രാത്രി സമയങ്ങൾ എന്ന് പറയുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുറകോട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതിന് റീയൂണിയൻ ആണ്. അവരോട് ഡിസിഷൻ എടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. വെറുതെ ഓർത്ത് നിങ്ങളെ മിസ് ചെയ്ത് വേദനിച്ചിരിക്കുന്നവരല്ല. മനസ്സുകൊണ്ട് അവർ ഓരോ നിമിഷവും നിങ്ങളെ ഓർക്കുമ്പോഴും മിസ് ചെയ്യുമ്പോഴും ഒരു ഡിസിഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള
തീരുമാനത്തിലേക്ക് എത്തുന്നവരാണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ വരുന്നത് വളരെയധികം ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ തന്നെയാണ്. അതുപോലെ ഒരു പുതിയ സൈക്കിൾ, ഒരു പുതിയ ചാപ്റ്റർ എല്ലാ രീതിക്കും സക്സസ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഫ്യൂച്ചറിലേക്ക് വീണ്ടും നിങ്ങളുടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു കാരണമായിട്ട് ഇനി ഒരു പാറ്റേൺ ആയിട്ട് കടന്നു വരാൻ പാടില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ആ ഒരു രീതിയിൽ തന്നെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ റിയൂണിയൻ എനർജി തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ടും സോൾമേറ്റ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ടെലിപ്പതി കണക്ഷൻ ആണ്, ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ റിയൂണിയൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ക്ലൂസ് നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് ചെക്ക് ചെയ്യാം. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എ അഗെയിൻ വന്നിട്ടുണ്ട്, 36, ഓഗസ്റ്റ് മന്ത്, ട്രിവാൻഡ്രം, സ്കോർപിയസ്, ആയില്യം എന്നൊരു സ്റ്റാർ, 27, പാലക്കാട്, 1988, പുണർദം, വയനാട്, രേവതി എന്നൊരു സ്റ്റാർ, 24, 19, എസ് എന്നൊരു ലെറ്റർ, പത്തനംതിട്ട, ജാനുവരി. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടി എന്നൊരു ലെറ്റർ ആണ്. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നമുക്ക് വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.